നമ്മുടെ ബോധമണ്ഡലത്തിൽ കടന്ന് മയക്കമോ ഉത്തേജനമോ സൃഷ്ടിക്കാൻ കഴിയുന്ന രാസപദാർത്ഥങ്ങളാണ് ലഹരി വസ്തുക്കൾ. പുകയില ഉൽപ്പന്നങ്ങളാണ് ലോകത്തിൽ ഏറ്റവുമധികം ആളുകൾ ഉപയോഗിക്കുന്ന ലഹരി വസ്തു. മദ്യം, കഞ്ചാവ്, മോർഫിൻ, പെത്തഡിൻ, MDMA തുടങ്ങി അനവധി വസ്തുക്കൾ ഇന്ന് സുലഭമാണ്. നേരിട്ട് കഴിക്കുന്നവ, പുക രൂപത്തിൽ ഉപയോഗിക്കുന്നവ, മൂക്കിലൂടെ ആഞ്ഞു വലിക്കുന്നവ, ശരീരത്തിൽ കുത്തിവെക്കുന്നവ, ചുണ്ടുകൾക്കിടയിൽ വെക്കുന്നവ, ഇങ്ങനെ വ്യത്യസ്തമാർന്ന രീതികളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു വരുന്നു. ഇവ തലച്ചോറിലെ കെമിക്കൽ മെസ്സേജിംഗ് സിസ്റ്റം തകരാറിലാക്കുന്നു. റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ താറുമാറാകുന്നത് മൂലം ഓർമ്മക്കുറവ്, ഉത്കണ്ഠ, മാനസിക സംഘർഷം എന്നിവയ്ക്ക് വഴിയൊരുക്കുന്നു. തുടർച്ചയായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആസക്തി വിട്ടുമാറാത്ത മസ്തിഷ്ക രോഗമായി മാറാം. ഇത് വ്യക്തിയെ മയക്കുമരുന്ന് ആവർത്തിച്ച് കഴിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം മാനസികവും ശാരീരികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പുകയില രൂപത്തിലുള്ളവ വായിലെ ക്യാൻസർ, ശ്വാസകോശ രോഗങ്ങൾ, തൊണ്ടയിലെ ക്യാൻസർ, ഹൃദ്രോഗം, സ്ട്രോക്ക് എന്നിവയ്ക്ക് കാരണമാകുന്നു. വിഷാദരോഗം, ഡിപ്രഷൻ, ആങ്സൈറ്റി, അമിതമായ ക്രോധം, ദുഃഖം, പ്രതിരോധശേഷിക്കുറവ് എന്നിവ ലഹരി ഉപയോഗത്തിന്റെ അനന്തരഫലങ്ങളാണ്. സൗഹൃദ സാമൂഹിക ബന്ധങ്ങൾ പുലർത്താനുള്ള കുട്ടികളുടെ കഴിവിനെ ഇത് നശിപ്പിക്കുന്നു. ശരീരത്തിലേക്ക് കുത്തിവെക്കാവുന്ന മയക്കുമരുന്നുകൾ എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾ സമൂഹത്തിൽ വ്യാപിക്കാൻ കാരണമായേക്കാം. ഒരേ സൂചി തന്നെ പലരും ഉപയോഗിക്കുമ്പോൾ ഇതിനുള്ള സാധ്യത കൂടുന്നു. അമിതമായ ലഹരി ഉപയോഗം കുടുംബ ബന്ധത്തെ തകർക്കുന്നു. വഴക്കും കലഹവും ദാമ്പത്യ ബന്ധത്തെ മാത്രമല്ല, ഇത് കണ്ടു വളരുന്ന കുട്ടികളുടെ മാനസിക വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കുന്നു. വീട്ടിലെ കലഹം കണ്ടു വളരുന്ന കുട്ടികളിൽ അരക്ഷിത ബോധവും കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള വാസനയും ചെറുപ്പം മുതലേ വളർന്നു വരുന്നു. ഇത് സൃഷ്ടിക്കാവുന്ന സാമൂഹിക വിപത്തുകൾ അനവധിയാണ്. യുവത്വമാണ് ഏവരുടെയും ക്രിയേറ്റീവ് കാലഘട്ടം. എന്നാൽ ലഹരിക്കടിമപ്പെടുന്നത് മൂലം ഈ സുവർണ കാലഘട്ടം വിനാശകരമായ പ്രവർത്തികളാൽ നശിപ്പിക്കപ്പെടുന്നു. സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്ന മിക്ക ക്രിമിനൽ കുറ്റകൃത്യങ്ങളിലും മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും സ്വാധീനം കാണാൻ കഴിയും. അച്ഛനെയും അമ്മയെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇവ മനുഷ്യനെ മാറ്റിമറിക്കുന്നു. കൊലപാതകങ്ങൾ, കവർച്ചകൾ, ഗാർഹിക പീഡനങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ എന്നിവയെ ലഹരി വസ്തുക്കളുമായി ബന്ധിപ്പിക്കുന്ന പഠനങ്ങൾ നിരവധിയുണ്ട്. ഒരു കുഞ്ഞിന്റെ അടിസ്ഥാന മൂല്യങ്ങളുടെ ആരംഭം വീടാണ്. വീട്ടിൽ നല്ല ജീവിതാന്തരീക്ഷം ഒരുക്കേണ്ടത് മാതാപിതാക്കളാണ്. തനിക്കർഹിക്കുന്ന സ്നേഹവും സംരക്ഷണവും കിട്ടുന്നില്ല എന്ന തോന്നലാണ് അവരെ പലയിടങ്ങളിലേക്കും ആകർഷിക്കുന്നത്. സോഷ്യൽ മീഡിയകളിൽ തുടങ്ങി കൂടിയ ഇനം രാസലഹരി വസ്തു വരെ ഒരു വ്യക്തിയെ എത്തിക്കാൻ മനസ്സ് എന്ന മഹാസംഭവത്തിന് കഴിയും. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ നല്ലതും ചീത്തയും ശരിയും തെറ്റും വേർതിരിച്ചറിയാനും പറയാനും നാം നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായ യുവതലമുറയെ പഠിപ്പിച്ചു കൊടുക്കണം. ലഹരിയെക്കുറിച്ചും അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും അറിഞ്ഞു തന്നെ നമ്മുടെ മക്കൾ വളരട്ടെ. ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും സ്വയം സംരക്ഷണം നേടാൻ അവർക്ക് കഴിയും വിധം നമുക്കവരെ വളർത്തിയെടുക്കാം. ഇന്ന് ഏറ്റവും അധികം ഉപയോഗിച്ചു വരുന്ന രാസലഹരി വസ്തു MDMA 1912 ജർമ്മനിയിൽ മെർക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് കണ്ടുപിടിച്ചത്. 1970 കാലഘട്ടങ്ങളിൽ ഇത് ഒരു സൈക്കോതെറാപ്പിക് ഡ്രഗായി ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് 1980കളിലാണ് MDMA വ്യാപകമായി രാസലഹരി വസ്തുവായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. കോടികളുടെ വ്യാപാരം നടക്കുന്ന മയക്കുമരുന്ന് ശൃംഖല സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ നമുക്ക് ചുറ്റും നാം കണ്ടും കേട്ടും അറിഞ്ഞും കൊണ്ടിരിക്കുന്നു. ലഹരി വസ്തുക്കൾ വിനാശ വസ്തുക്കൾ. തൊടാതിരിക്കുക, തുടങ്ങാതിരിക്കുക.